എന്താ കാണാത്തേന്ന് ചോദിക്കാൻ എന്തായാലും പറഞ്ഞേ. ആ പറ. അപ്പൊ നിന്റെ അഭിനയൊന്നുമല്ല, നിന്റെ കള്ളക്കളിയായിരുന്നല്ലോ ഇത്ര നാളും. അടുത്തതായിട്ട് ഇനി കപ്പിൾ ഗെയിമാണ്. നമുക്ക് ഇനി കപ്പിൾ ഗെയിമിലേക്ക് പോകാം. അപ്പൊ നമ്മളിതാ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പൊ താങ്ക് യു സോ മച്ച്. ആദ്യമായിട്ട് നിങ്ങളോടാണ് നന്ദി പറയേണ്ടത്. കാരണം നിങ്ങളെല്ലാവരും ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടാണല്ലോ നമ്മൾ 1 മില്യൺ ഫാമിലി എത്തിയത്. അപ്പോൾ ഒരു 3 വർഷത്തെ ജേർണിയിൽ ഇരിക്കുകയാണ്. കഴിഞ്ഞ ഒരു ഓണത്തിനാണ് ഞാൻ എൻ്റെ ചാനൽ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഓണം വരുന്നതിന് മുന്നേ നമ്മളിതാ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പാർട്ടിയാണ് നമ്മളിത് നടത്താൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സും ഫാമിലിയും, വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സും ഫാമിലിയും മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതായിരിക്കുന്നു എൻ്റെ 1 മില്യൺ കേക്ക്. കാണിച്ചോടാ, കാണിക്കാൻ പറ്റോടാ? അയ്യോ, 1 മില്യൺ കേക്ക് ഒന്നുമില്ല, ഇതെന്റെ ഒരൊറ്റ കേക്കാണ്. അപ്പോൾ ദാ എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും എല്ലാവരും വന്നിരിക്കുകയാണ് ഗായ്സ്. താങ്ക് യു സോ മച്ച്. അപ്പൊ ഒന്ന് വന്നേ, ക്യാമറയ്ക്ക് വന്നേ. ഓക്കെ. അപ്പോ എന്റെ ഭർത്താവും എന്റെ സപ്പോർട്ടറും ഓക്കെ. പറയൂ, എന്താണ് നമ്മൾ 1 മില്യൺ എത്തിയിരിക്കുന്നത്, എന്താണ് പറയാനുള്ള രാമുണ്ട്? അല്ല, ഹാപ്പി അല്ലേ? എന്തെങ്കിലും നന്ദി പറ എല്ലാവരോടും. താങ്ക്സ് പറ, താങ്ക്സ് പറ. സോ ഗൈസ്, നമുക്ക് ഓരോരുത്തരെ വിളിച്ചിട്ട് എന്താ പറയാനുള്ളത് നോക്കാം. അപ്പോ ഈ ജേർണി, അപ്പോ എൻ്റെ അടുത്ത് ഒന്നും മിണ്ടാതിരുന്ന ഗൈസ്, അപ്പോ ആദ്യമായിട്ട് എന്നോട് ചാനൽ തുടങ്ങാൻ പറഞ്ഞത് തന്നെ രാമൂട്ടനാണ്. കാരണം ടിക്ടോക്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ടിക്ടോക്കിൽ അത്യാവശ്യം വൈറലായി കഴിഞ്ഞപ്പോൾ ടിക്ടോക്ക് ബാനായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാം സ്റ്റാർട്ട് ചെയ്തു, പിന്നെ യൂട്യൂബിലേക്ക് വന്നു. അപ്പോൾ യൂട്യൂബ് എന്നോട് തുടങ്ങാൻ പറഞ്ഞത് തന്നെ രാമൂട്ടനാണ്. അപ്പോൾ ഈ ഒരു ജേർണിക്ക് ഏറ്റവും വലിയൊരു കാരണം രാമൂട്ടനാണ്. അതുകൂടാതെ ആദ്യത്തെ വീഡിയോ, അതെ പിന്നെ ഇത് കൂടാതെ എൻ്റെ ആദ്യത്തെ വീഡിയോ, അതിൽ അറിയാം എല്ലാവർക്കും, ഞങ്ങളുടെ ഓണം ഡാൻസ് ആയിരുന്നു. അപ്പൊ അതിൽ കൂടെ നിന്ന 2 ആൾക്കാരാണ് വർഷയും കാർത്തിയും. വരും. അതിലും ഓക്കെ, അതിലിപ്പോ ഒരാൾ കൂടെ ഉണ്ട്. വർഷ വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. അപ്പൊ വർഷ വരുമ്പോ ഞാൻ വർഷേനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം കേട്ടോ. പറ, മറ്റേ മൈക്ക് എവിടെ രാമട്ടോ? ഓക്കെ. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്തത് ഓണത്തിന്റെ. അപ്പൊ നമ്മൾ അച്ചീവ് ചെയ്തിരിക്കുകയാണ് ഇപ്പൊ 1 മില്യൺ സബ്സ്ക്രൈബർ. എന്താ എനിക്ക് പറയാനുള്ളത്? എന്തായാലും പറ, നീ പറയടി. ഇപ്പൊ പറ. ഇല്ല, പറ നീ. വൃന്ദാർജുൻ എന്ന് പറയുന്നത് ഒരു സംഭവം തന്നെയാണ്. പറ. ഇവളുടെ ഒരാളുടെ ഫോട്ടോ കൊണ്ടാണ് ഇപ്പൊ ഈ 1 മില്യൺ അടിക്കാൻ ശരിക്കും വൈകിപ്പോയി. കാരണം ഒരു 5 മില്യൺ അടിക്കേണ്ട സമയമായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. അടിപൊളിയാണോ? അതെ, ഇനി സമയമുണ്ട്. അതെ, അപ്പൊ ഞങ്ങളുടെ അപ്പൊ ഇനി ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഇവളുടെ ഒപ്പം ഉണ്ടാവും. താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മള് എല്ലാവരെയും കണ്ടു. ഇനി നമ്മള് നമ്മുടെ ഓരോരോ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ ഫസ്റ്റ് കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. ബിഫോർ ദാറ്റ് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ഹോസ്റ്റിനെ നമുക്ക് പരിചയപ്പെടാം. ആൽഫേനെ ഞാൻ എല്ലാവരും ഒന്ന് പരിചയപ്പെട്ട് തരാം. നമ്മുടെ അർജുന സ്റ്റുഡിയോയിലെ ഫസ്റ്റ് സ്റ്റാഫാണ് കേട്ടോ. സോ
ഷീ ഈസ് സോ സ്പെഷ്യൽ ടു അസ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ആൽഫയാണ്. സോ ആൽഫയാണ് ഇന്ന് നമ്മുടെ പരിപാടി ഹോസ്റ്റ് ചെയ്യുന്നത്. സോ ആൽഫ എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തും. കണ്ടാ അവള് വർത്താനം പറയുമ്പോഴത്തേക്ക് എല്ലാരും സൈലന്റ് ആയി. എൻ്റെ പേര് ആൽഫ. ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. നിങ്ങളെല്ലാം ഞാൻ പരിചയപ്പെടുന്നതേ ഉള്ളൂ. എനിക്ക് അച്ഛനെയും അമ്മേനെയും പിന്നെ വൃന്ദ ചേച്ചീനെയും ഇപ്പം രാമോട്ടിനെ അറിയത്തുള്ളൂ. നമുക്ക് വഴിയെ പരിചയപ്പെടാം. ഇന്നത്തെ മെയിൻ സ്റ്റാർ എന്ന് പറയുന്നത് നമ്മുടെ വൃന്ദ ചേച്ചിയാണ്. വൃന്ദ ചേച്ചിയുടെ ജേർണിയിൽ വലിയൊരു മൈൽ സ്റ്റോൺ ആണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഇന്നത്തെ ഡേ ഡെഡിക്കേറ്റഡ് ടു വൃന്ദ ചേച്ചി. താങ്ക് യു. സോ നമ്മളിനി കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. വൃന്ദ ചേച്ചിയുടെ ഈ ജേർണിയിൽ ഒരു എന്താ പറയാ മധുരം വെച്ച് നമുക്ക് ആഘോഷിക്കാം. മധുരം വെക്കണം എന്നല്ലേ രാമോട്ട പറയാറുള്ളേ? നല്ല കാര്യം തുടങ്ങും. രാമോട്ടനാണ് എല്ലാത്തിനും. കാരണം ഈ ഒരു വലിയ ജേർണിയിൽ ജസ്റ്റ് ഒരു മൈൽ സ്റ്റോൺ മാത്രമാണ്. ഇനിയും ഞങ്ങൾക്ക് ഒരുപാട് യാത്ര ചെയ്യാനുണ്ട്, ഒരുപാട് ഇതുപോലെ സെലിബ്രേഷൻസ് ചെയ്യാറുണ്ട്. ഇത് ഞങ്ങളുടെ തുടക്കം മാത്രമാണ്. സോ ഞങ്ങളിത് മധുരം കഴിച്ച് ആഘോഷിക്കുന്നത്. ചേച്ചി കട്ട് ചെയ്യാൻ വേണ്ടി അച്ഛനും അമ്മയും വൃന്ദ ചേച്ചിനെ കുറിച്ച് നമ്മൾ രണ്ടു വാക്ക് സംസാരിക്കുന്നതാണ്. രണ്ടുപേരും അച്ഛൻ പറയും. അച്ഛാ നമ്മള് 1 മില്യൺ എത്തിയേക്കാണ്. ഓക്കെ, എന്നാ അതായത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വലിയൊരു ഡ്രീം ആണല്ലോ ഇത്. അപ്പൊ എന്താണ് ആദ്യം 5 ലക്ഷം എത്തി, അത് കഴിഞ്ഞപ്പോ 10 ലക്ഷമായി. 10 ലക്ഷമായി. അതെ, ഒരുപാട് കടമ്പകൾ കടന്നാണ് ഇവിടെ വരെ എത്തിയത്. ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട് അല്ലേ, ഒരുപാട് കാര്യങ്ങൾ അല്ലേ അല്ലേടി? അല്ല, ഞങ്ങള് എല്ലാവരുടെയും സപ്പോർട്ടുണ്ട് അല്ലേ? ഇപ്പൊ രാമോട്ടനും സപ്പോർട്ടായി. അച്ഛൻ്റെ അമ്മയുടെ രാമോട്ട് ഇങ്ങോട്ട് വാ. വന്നേ, വന്ന് വിളിക്കണം. വാടകള് ഇതാണ് നമ്മുടെ മെയിനാണ്. അതെ, കാരണം എന്റെ ഫാൻസ് എല്ലാം പോയിരിക്കുകയാണ്. അതാണ് പ്രശ്നം. അപ്പൊ ആദ്യം മുതൽ അച്ഛനും അമ്മയും സപ്പോർട്ട് ഇപ്പൊ രാമോട്ടിനാണ്. ഇപ്പോഴത്തെ സെലിബ്രിറ്റി ആണ്. അതെ, രാമോട്ടൻ. എന്തെങ്കിലും പറ. ഒന്നും പറയാ നോക്കി ഇനി അമ്മയ്ക്ക് തന്നെ കുരിശുണ്ട പോലെ. അമ്മ എന്തിനു സന്തോഷം ഉണ്ടെന്ന് പറ. പക്ഷെ എനിക്ക് അമ്മേനെ കുറിച്ച് പറയണം. കാരണം എന്ത് വീഡിയോ ഇട്ടാലും അപ്പൊ ഒരു ഡാൻസ് ഇറങ്ങിക്കഴിഞ്ഞാൽ അമ്മ അത് ചെയ്തില്ലേ, വേഗം ചെയ്ത് പറഞ്ഞിട്ട് എന്നെ എല്ലാ ഡാൻസും വേഗം ചെയ്യിക്കുന്നു. അത് ഇൻസ്റ്റയിലും യൂട്യൂബിലും പോസ്റ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ കാരണമാകുന്ന ആളാണ്. എന്നാലും സന്തോഷമുണ്ടോ അമ്മ? ഒന്നും മിണ്ടൂല. പക്ഷെ അത്ര ഉണ്ട്. അപ്പൊ കേക്ക് കട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, നിർബന്ധിച്ചാൽ മാത്രം വരുന്ന ഒരാളാണിത്. പറ, എന്താ പറയണേ? എന്തെങ്കിലും പറ, എന്തെങ്കിലും പറ. കാരണം നമ്മുടെ കഷ്ടപ്പാട് പറയുന്നതല്ലേ. നമ്മൾ അത്രയും ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ടല്ലേ നമ്മൾ. നീ ഒന്നുമില്ല, 1 മില്യൺ ആയതിന് സന്തോഷം. പിന്നെ ഈ പ്രായം തൊട്ട് ഇവള് ഡാൻസ് കളിക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിനേക്കാൾ ചെറുപ്പം തൊട്ട് എനിക്ക്. അപ്പോഴൊക്കെ എങ്ങനെയാണെന്ന് അറിയോ, നമ്മുടെ മേജോ ആണ് നമ്മുടെ ഡാൻസ് മാസ്റ്റർ. മേജോ അപ്പൊ ഞാൻ പറഞ്ഞു എന്നറിയാമോ, ഇപ്പൊ ഇവള് 1 മില്യൺ ആയെങ്കിലേ ശരിക്കും ഇവളുടെ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്. ഞാൻ ഈ ആദിയുടെ ഇതിനൊക്കെ ചെറിയ പ്രായം തൊട്ട് ഇവളുടെ ഡാൻസ് കാണുന്നുണ്ട്. അപ്പൊ ഡാൻസ് നമ്മുടെ അന്നത്തെ ഡാൻസ് മാസ്റ്റർ വിക്രമായിരുന്നു മേജോ, എന്റെ പാർട്ട്ണർ. ഞങ്ങൾ രണ്ടും ഡാൻസ്
ഡാൻസ് പാർട്ട്നേഴ്സ് ഇവളും ധമനുമാണ് മറ്റേ എന്തെന്നാണ് പിന്നെ അങ്ങനെ. അപ്പം ലജ്ജാവതി അന്നൊക്കെ ഇപ്പൊ ഉഷാന്റെ ഇപ്പൊ 2 വാക്ക് പറയാൻ മടിക്കണില്ലേ. അന്നൊക്കെ ഉഷാന്റെ എങ്ങനെയാണെന്ന് അറിയാമോ, അമ്മൂനൊക്കെ ഭയങ്കര മടിയാണ് ഡാൻസ് കളിക്കാൻ വേണ്ടി പ്രാക്ടീസ്. അപ്പൊ പോടി പോയി കളിക്കടി പോയി പ്രാക്ടീസ് ചെയ്യടി പിച്ചാണ് പറഞ്ഞു വിട്ടോണ്ടിരുന്നത് ഡാൻസ് കളിക്കാൻ വേണ്ടിട്ട്. അങ്ങനെ കളിച്ചല്ലേ അമ്മു ഇപ്പൊ 1 മില്യൺ എത്തി. ഇപ്പൊ ഇവക്കടെ ഇപ്പോഴത്തെ ചില ഫോട്ടോ കാണുമ്പോ അന്നത്തെ അമ്മുവിന്റെ ഒരു ഇതുപോലെ അത്രയും ചെറുപ്പത്തിൽ തൊട്ട് കളിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാം. പിന്നെ വലുതായി വരുംതോറും എല്ലാം അല്ലേ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ 3 എണ്ണമായി വർഷം കാട്ടി. അതാണെങ്കിലും അതേട്ടാ ഞങ്ങൾ തന്നെ പറയും ഇവക്ക് ഒരു മടിയില്ല ഡാൻസ് കളിക്കാൻ. മഴയാണെങ്കിലും വെയിലാണെങ്കിലും ആ ടെറസിലോ റോട്ടിലോ എവിടെയെങ്കിലും എപ്പോൾ നോക്കിയാലും ആ റോട്ടിൽ ഡാൻസ് കളിക്കും. ഈ വർഷേനെയും കാർത്തിനെയും വീട്ടിൽ പോയി വിളിച്ചുകൊണ്ട് വന്ന് അല്ലെങ്കിൽ അവരായിട്ട് തല്ലി പിടിച്ച് അവരെ വിളിച്ചുകൊണ്ട് വന്ന് റോട്ടിൽ നിന്ന് കളിക്കുന്നു, ടെറസിൽ നിന്ന് കളിക്കുന്നു അല്ലേ. മേജോ ആണെങ്കിൽ ഫുൾ ടൈം ഇവരെ പുറകെ മൊബൈലും പിടിച്ച് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. മേജോ ആണ് ഇവരുടെ മെയിൻ എന്താണ് വീഡിയോഗ്രാഫർ. അന്നെന്ന് പറഞ്ഞാൽ ഒരു പന്ന മൊബൈൽ അല്ലേ, നല്ലൊരു മൊബൈൽ പോലും ഇല്ല ഷൂട്ട്. അന്ന് ഇവളുടെ ഒരു പന്ന മൊബൈൽ അതിലാണ് ഈ ഷൂട്ട് ചെയ്യുന്നത്. അതൊക്കെ കാരണം നമുക്കറിയാലോ അന്ന് ആ പഴയ വീഡിയോസൊക്കെ നോക്കിയാൽ അറിയാം ടെറസിന്റെ മുകളിലുള്ള ആ 3 പേരും കൂടെ. അന്ന് 3ന്റെയും കോലമൊക്കെ കാണും. അങ്ങനെ എല്ലാ റോട്ടും നമ്മളൊക്കെ പറയൂലേ ഇവർക്ക് ഒരു മടിയുമില്ലേ, നേരം വെളുത്ത മേക്കപ്പ് ഇട്ട് ഇറങ്ങും ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് അല്ലേ മേജോ? ഞാൻ ആദ്യം ഡാൻസ് പഠിപ്പിക്കാൻ അന്ന് ഞാൻ ഞെട്ടിപ്പോയി ഡാൻസിന്റെ ഇവരുടെ ഒരു പേര് ഡാൻസ് ഉണ്ട് പിന്നെ മനസ്സിലാലെങ്കിൽ അയ്യോ ഞാൻ അന്ന് കണ്ടു ഞെട്ടി. ചിങ്ങമാസം അയ്യോ കുഞ്ഞിലെ കളിക്കണത് നമ്മള് ജീവൻ ടിവിയിൽ കളിച്ചാൽ ഇവിടം വരെ എത്തി ഭയങ്കര സന്തോഷം. എന്റെ ഫസ്റ്റ് ഡാൻസ് മാസ്റ്റേഴ്സ് ആണ് കേട്ടോ നിൽക്കുന്നത്. അനുഗ്രഹിക്കണം ഗുരുവേ. ഹാപ്പി. അതെ അത്രേ ഉള്ളൂ സന്തോഷം. ഓക്കെ താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് കേക്ക് മുറിക്കാം ഗൈസ്. നമ്മള് ഇപ്പൊ കാത്തിരിക്കുന്നത് വർഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പൊ എത്തും, താഴെ എത്തിയിട്ടുണ്ട്. വി ആർ വെയിറ്റിംഗ് ഫോർ വർഷ. ഗൈസ് ഫൈനലി വർഷ എത്തിയിരിക്കണം. നിനക്ക് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റിംഗ് ഇവിടെ കേക്ക് കട്ട് ചെയ്യാനായിട്ട്. ഞാൻ മാത്രമല്ല Happy 1 million to you. Happy 1 million to you. തീർന്നു. ഓക്കെ അപ്പം കാർത്തി മാത്രമേ ഉണ്ടായുള്ളൂ. എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ യൂട്യൂബ് ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് വീഡിയോ ഓണത്തിൻ്റെ വീഡിയോ ആണ്. അത് നമ്മൾ 3 പേരുമാണ് അത് ചെയ്തത്. കാർത്തി എന്തൊക്കെയോ പറഞ്ഞു ഒപ്പിച്ച്. എന്താ പറയാനുള്ളത്? ആർക്കും ഒന്നും അറിയില്ല. ഇത് എപ്പോഴും ഇങ്ങനെ നടക്കണ്ടേ, പ്രത്യേകിച്ച് ഒന്നും തോന്നണില്ല. എപ്പോഴും ഒരുപോലെ ഒരുമിച്ചായതുകൊണ്ടൊന്നും തോന്നണില്ലേ? വളരെ സന്തോഷമുണ്ട്. നീ എന്താ പറയുന്നത്? നീ പറഞ്ഞ പോയിന്റ് പറഞ്ഞു കൊടുക്കാൻ. അല്ല എപ്പോഴും ഇവള് ഇങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് ഇങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല. പക്ഷെ എല്ലാ പരിപാടി ഇങ്ങനെ വിജയിച്ചു പോകുമ്പോ സന്തോഷമുണ്ട്. പിന്നെ നമ്മുടെ ആദ്യത്തെ വീഡിയോ ഷർട്ടൊന്നും നമുക്ക് കിട്ടില്ല. കോയമ്പത്തൂരിൽ ഏത് ഷർട്ട് എന്താ പറയാൻ എല്ലാ മാസം വാങ്ങിച്ചിട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അറിയാതെ ഞാൻ ജോലി കിട്ടുന്ന സമയത്ത് ഒരു വാഗ്ദാനം പറഞ്ഞു പോയി. അതിപ്പോഴും മനസ്സിൽ വെച്ചോണ്ട് കിടക്കുന്നതാണ്. ആദ്യത്തെ സാലറി കിട്ടിക്കഴിഞ്ഞാൽ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കാന്ന്. അപ്പൊ 1 മില്യൺ പ്രമാണിച്ച് 2 ആൾക്കും ഡ്രസ്സ് വാങ്ങിച്ചു തരുന്നതായിരിക്കും. ഞാൻ എന്റെ സബ്സ്ക്രൈബേഴ്സിനെ മുന്നിൽ വെച്ചാണ്.
വേണം. ഡേറ്റ് ഓഗസ്റ്റ് 10 മുന്നേ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഞാൻ ഡ്രസ്സ് വാങ്ങിച്ചിരിക്കും. എത്ര? ഓക്കെ, എത്ര എണ്ണം ഇപ്പൊ മതി. ഓക്കെ, രണ്ടുപേർക്ക്. കോയമ്പത്തൂർ ഇല്ല 50 രൂപയുടെ ഒന്നല്ല, ഡ്രസ്സ് മേടിച്ചു തരാം. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഇനി പറയണ്ടേ? നമ്മുടെ 3 പേരുടെ വീഡിയോ എന്താ കാണാത്തേന്ന് ചോദിക്കാൻ എന്തെങ്കിലും പറഞ്ഞേ. ആ പറ. നമ്മൾ 3 പേരുടെ ഡാൻസ് ഇനി എന്തുണ്ടാവും ഒരുമിച്ച്? ഒരു ഒരുമിച്ച് എപ്പോഴാണ് കൂടണപ്പുണ്ട് ആണല്ലേ? ഡാൻസ് കളിക്കാം. അപ്പൊ അത്രേ ഉള്ളു ഗൈസ്. ഇത്രേ ഉള്ളല്ലേ പറയാം? അത്രേ ഉള്ളു. അപ്പൊ ഗെയിം കളിക്കാം നമുക്ക്. ഓക്കെ 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 ഗൈസ്, അപ്പൊ ഗൈസ് അപ്പൊ നമുക്ക് ഗെയിം കളിക്കാം. ആൽഫ, അപ്പൊ ഗെയിം എന്താന്ന് പറഞ്ഞു എനിക്കും കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡ്രസ്സൊക്കെ മാറി വന്നേക്കാണ്. ആൽഫ, അപ്പൊ നമ്മുടെ 1 മില്യൺ സെലിബ്രേഷൻ പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ ഗെയിംസ് കണ്ടക്ട് ചെയ്യാൻ പോവാണ്. നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഫസ്റ്റ് ഗെയിം എന്താണെന്ന് എനിക്ക് പോലും അറിയില്ല. എന്താ ആൽഫ ഫസ്റ്റ് ഗെയിം? വന്നേ. ഡാൻസ് ആൻഡ് ഫ്രീസ്. ഓക്കെ, എന്താണെന്ന് പറഞ്ഞു കൊടുക്കോ. ഓക്കെ, ഒരു മ്യൂസിക് സ്റ്റാർട്ട് ചെയ്യും. അപ്പം നിങ്ങൾക്ക് അവിടുന്ന് ഇങ്ങോട്ട് വരെ ഡാൻസ് കളിച്ചിട്ട് വരാം. മ്യൂസിക് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് പൊസിഷനാണോ ഉള്ളത് അങ്ങനെ തന്നെ അനങ്ങാതിരിക്കണം. സോ ഒരാൾക്ക് കോമഡി കാണിക്കാം, ചേച്ചിക്ക് സ്റ്റാച്ചു ആകുമ്പോ എനിക്ക് നിങ്ങളെ ചിരിപ്പിക്കാൻ നോക്കാം. ചിരിക്കുന്നവർ ഔട്ട് ആവും അല്ലേ? ഓക്കെ ഓക്കെ, അത് പൊളിച്ചു എന്തായാലും. കളിക്കുന്നവരെ ചിരിപ്പിക്കുന്ന ആള് വർഷയാണ് കേട്ടോ. ഓക്കെ, നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ സോങ് പ്ലേ ചെയ്യും. അപ്പൊ ഡാൻസ് കളിക്കണം. സോങ് ഓഫ് ആവുമ്പോൾ എങ്ങനെയാണോ നിൽക്കുന്നത് അങ്ങനെ നിൽക്കണം. അവരെ നമ്മൾ ചിരിപ്പിക്കും. ഞാനും വർഷയും കൂടെ ആണ് ചിരിപ്പിക്കുന്നത്. വർഷം തന്നെ ഞാനുണ്ട്. ഓക്കെ, അപ്പൊ ഞങ്ങൾ രണ്ടുപേരാണ് ചിരിപ്പിക്കാൻ പോകുന്നത് ഗൈസ്. ഓക്കെ, സോങ് സ്റ്റാർട്ട്. സോങ് ഒക്കെ ഉണ്ടോ? പ്രസാദ് അമ്മച്ചി വയറ് മുട്ടണോടാ. അതൊക്കെ ചെമ്പകം
ഇനി അവൾ അങ്ങോട്ട് നോക്കിയിരിക്കുന്നത് മെൽബി മെൽബി നോക്കി മെൽബി താലേ കറക്കണം മെൽബി ഉഗ്രം ആക്ടിങ് തന്നെ എന്തായാലും. സോ വിജയികൾ മെൽബിൻ ആൻഡ് ടിബിൻ. ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോൾ ബ്ലൈൻഡ് ഫോൾ ചലഞ്ച് ആണ്. ആദ്യത്തെ 9 പേരുടെ കാലില് ഡോള് കെട്ടിവെക്കും. ഒരാള് കണ്ണ് പൂട്ടിയിട്ടുണ്ടാകും, അതായത് ബ്ലൈൻഡ് ഫോൾഡ് ചെയ്തിട്ടുണ്ടാകും. ശബ്ദം കേട്ടിട്ട് അടിക്കാൻ ഓടിക്കണം. 9 പേര് ഓടും. അവരുടെ കാലുകളിൽ ഡോള് കെട്ടി വെച്ചിട്ടുണ്ടാവും, ശബ്ദം കേൾക്കുന്ന ഡോള്. ഓക്കെ, അവർക്ക് ഓടാം, ചുറ്റിനും ഓടാം. കണ്ണ് പൂട്ടിയിരിക്കുന്ന ആൾ അവരെ അടിക്കണം. ആരടിക്കുന്നു അവർ ഔട്ടാവും. എല്ലാരും ഓടും. ഒരെണ്ണം മതിയടാ, എക്കത്തിനെ അടിച്ചു കൊല്ലും. പക്ഷെ മാറി നോട്ടാ. ഓക്കെ, അയാൾ മാറിയോ? ഓക്കെ, ശബ്ദം ഉണ്ടാക്ക്, ശബ്ദം ഉണ്ടാക്ക്. ഫസ്റ്റ് റൗണ്ട് അവസാനിച്ചപ്പോൾ ജീവ ജയിച്ചിരിക്കും. ജീവ ജയിച്ചു. ജീവ, കാർത്തി, ശില്പ, അശ്വതി, 4 പേരും ജയിച്ചിരിക്കുകയാണ്. നീ എവിടെ നിന്ന് വന്ന് ഓടി ഇറങ്ങി? ഗൈസ്, അടുത്തതായിട്ട് ഇനി കപ്പിൾ ഗെയിമാണ്. നമുക്ക് ഇനി കപ്പിൾ ഗെയിമിലേക്ക് പോകാം. ഗൈസ്, ലാസ്റ്റ് ഗെയിമാണ് ഇത്, കപ്പിൾ ഗെയിമാണ്. അപ്പൊ കപ്പിൾസ് എല്ലാരും വരൂ. കമോൺ കമോൺ.
കെട്ടിയോനെ വിളിച്ചിട്ട് വാ പോയിട്ട് പോ. കപ്പിളില്ലാത്തവർക്ക് നമുക്ക് 2 മെയിൽ 2 ഫീമെയിൽ അങ്ങനെയും കളിക്കാം. പേപ്പർ, ഒരു ചാർട്ട് പേപ്പർ അതിൻ്റെ ഒരു മ്യൂസിക് പ്ലേ ചെയ്ത് അത് അവസാനിക്കുമ്പോൾ ആ പേപ്പർ ഫോൾഡ് ചെയ്ത് അത് ചെറിയ പേപ്പറായിട്ട് മാറും. അതിനകത്ത് ഈ കപ്പിൾസ് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണം. എന്താണ് വല്ലതും പറയാനുണ്ടോ? യെസ്, അത്രേ ഉള്ളൂ. ഡാൻസ് കളിക്കലൊന്നല്ല ഇതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ എത്ര അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്ന് അറിയാം. സോ കപ്പിളല്ലാത്തവർക്ക് വേറെ കപ്പിള് ഉള്ള ആൾക്കാരൊക്കെ എടുക്കാം. മടക്കി തരും. എന്നെ പിടിക്കേ. അടുത്ത ഫോൾഡിങ് ഇറങ്ങ്. എന്നെ കാണാൻ പറ്റുന്നുണ്ടോടാ? എടാ ഇതിലും കൂടെ പോയിക്കോ, ഫോണിലും കൂടെ പോകാൻ പറ്റും. നീ ഇല്ലേ ഇനി കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഫോണിലും കൂടെ പോകാം. ക്ലോസപ്പ് പകുതി തന്നെ മുകളിലും പറഞ്ഞു കൊടുക്കണം അവര്
ഒരു കപ്പിൾ ഗെയിമിൽ ഞാനൊരു രാമൂടിനാണ് കേട്ടോ ഫസ്റ്റ് അടിച്ചത്. ഞങ്ങളാണ് ജയിച്ചത് ഗൈസ്. സോ ഇതോടുകൂടെ നമ്മുടെ എല്ലാ ഗെയിംസും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമും നമ്മളിവിടെ എൻഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പം വന്ന എല്ലാ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ്. അതുപോലെ തന്നെ നിങ്ങളോടും ഒരുപാട് താങ്ക്സ്. അപ്പോൾ നമ്മൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഒരുപാട് വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ് കേട്ടോ. ടാറ്റാ.